ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വെണ്ടയ്ക്ക മപ്പാസ് ആണ് ഗൈസ്. നമ്മുടെ പൊറോട്ടയുടെ കൂടെ ഒരു അടിപൊളി സാധനമാണ് ഗൈസ്. എല്ലാവരും അപ്പോൾ വീഡിയോ ഒന്ന് കണ്ട് സ്കിപ്പ് അടിക്കാതെ കാണുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മപ്പാസ് ആണ്. നമ്മൾ ഒരു 1/4 കിലോത്തോളം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതുപോലെ വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മപ്പാസ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെണ്ടയ്ക്ക മപ്പാസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/4 കിലോത്തോളം വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ചെറിയുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ ചെറുതായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഫുൾ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് തേങ്ങ പാല് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു വേണ്ടതെന്ന് വെച്ചെന്നാൽ ഒരു 4 സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടത്തിൽ നമ്മൾ കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് ഇതിനെ ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് മപ്പാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മപ്പാസ് വെക്കാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണക്കമുളക് ഇടുവാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയും. ഇത് നന്നായിട്ട് മുളകൊന്നായി കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ചെറുള്ളി ചേർക്കുവാണ്. ചെറുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ചേർക്കുവാണ്. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞെടു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഇതെല്ലാം കൂടി ഈ ഒരു പരുവത്തിന് വാടുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർക്കുവാണ്. നമ്മൾ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ പെരിഞ്ജീരകവും കുരുമുളകും കൂടി ചേർത്ത അരപ്പാണിത്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുവാണ്. നമ്മൾ ഈ അരപ്പൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ഇതിൻ്റെ കൂടത്തിൽ ചേർക്കുവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇതിപ്പം ഈ വെണ്ടയ്ക്ക മപ്പാസ് ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കുന്നില്ല. ചേർക്കുന്നവരുണ്ട്, പക്ഷേ അത് ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു രുചിയാണ്. വെജിറ്റബിൾ ആയതുകൊണ്ട് അതില്ലെങ്കിലും നല്ല സ്വാദാണ്. അല്ലാതെ തന്നെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുരുമുളകാണ് കൂടുതൽ എടുക്കേണ്ടത്. പെരിഞ്ജീരകവും കുരുമുളകും മാത്രം എടുത്താൽ മതി മസാലയായിട്ട്. അരപ്പ് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഈ വെണ്ടയ്ക്കയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം ഈ അരപ്പും ഈ വെണ്ടയ്ക്കായും എല്ലാം കൂടി ചേർന്ന് വേകണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന 2-ാം പാൽ ഒഴിച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. 2-ാം പാലാണ്. 1-ാം പാൽ നമ്മൾ ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വേകട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മൾ ഒഴിച്ച ഈ 2-ാം പാലിൽ കിടന്ന് നമ്മുടെ ഈ വെണ്ടയ്ക്കയും ഉള്ളിയും മുളകും എല്ലാം കൂടി നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മപ്പാസ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാല് ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാല്. 1-ാം പാല് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കാം.
ഇവിടെ വെണ്ടയ്ക്ക മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിന്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെ പാലപ്പത്തിന്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ലതാണ്. അപ്പം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.